ഗോഡ് ഫാദർ പടത്തിലെ ഗേറ്റ് പൊളിച്ച് കയറി വരുന്നത് അതൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നീ അനുജന്മാരെ തല്ലിക്കുമല്ലേ എന്ന് പറഞ്ഞ് കയറി വരുന്ന അതൊക്കെ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ള അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളാണ്. മോഡുലേഷൻ ആയാലും ആ ലുക്കാണേലും ആ കയറി വരുന്ന ലുക്കാണേലും അതല്ല അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞില്ല ഡബിങ് അത് അങ്ങനെ കണ്ട അത് കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്ന കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് അത് കണ്ട അത് കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നില്ലേ എന്നിങ്ങനെ എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡബിങ് സമയം ഉണ്ടായിരുന്നോ പുള്ളി അവിടെ? ഫസ്റ്റ് ഡേ വന്ന അച്ഛൻ വേറെ അതിന് പോയി. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഈ ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഡബിങ്ങിനെ പറ്റിയിട്ട്. എനിക്കൊന്നും അറിയില്ല ഡബിങ്ങിനെ പറ്റി. പോയിട്ടൊന്നുമില്ല അച്ഛൻ്റെ ഒന്നും പോയിട്ടുണ്ട്. അതായത് പോയി അവിടെ നിന്ന് ബോറടിച്ച് പലപ്പോഴും അവിടെ ഞാൻ കാറിലിരുന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഡബിങ് സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്റ്റുഡിയോയ്ക്കകത്ത് അച്ഛൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ സൈഡിലൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. അച്ഛനും അപ്പനും ഉണ്ടാക്കി വെച്ചൊരു പേര് ഞാൻ കാരണം കുളമാവുമോ അവര് ഉണ്ടെങ്കിൽ ഞാൻ കാരണം കുളമാവുമെന്ന് ഭയങ്കര പേടി എനിക്കുണ്ടായിരുന്നു. കൊണ്ടില്ലെന്നല്ല അത് അവരോട് അടുത്തെങ്കിലും ചീത്തപ്പേര് നല്ലത് കേൾപ്പിച്ചാൽ ചീത്തപ്പേര് കേൾപ്പിക്കരുത്, ആളുകളെ കുഴപ്പമില്ല എന്നെങ്കിലും പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ചീത്തപ്പേര് കേൾപ്പിച്ചില്ല. അല്ല അച്ഛനെ പറയണ ഒരുപാടുണ്ട്. മുക്കിലെ രാജ്യം മുക്കിലെ ഇതൊക്കെ അയ്യോ എന്തുവാണ് ചിരിച്ച് ഇപ്പൊ കണ്ടാലും നമ്മളത് ആ എത്ര കണ്ടാലും നമുക്കത് കോമഡി മടുക്കാത്ത പോർഷൻസ് ആണ് അതൊക്കെ. ഒന്നും കൂടെ എനിക്ക് ഈ പടം റിക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇതാണ്. സംഭവിക്കട്ടെ. ഞങ്ങളും എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ചോദിക്കണം സാർ ഇതുപോലെ ഈ പടം ഒന്നും കൂടെ എനിക്ക് സെയിം ഒന്നും അതൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞു ഞാനിപ്പോ കുറച്ച് മുടിയൊക്കെ വരച്ച് കാശ്മീരിയൊക്കെ പോയി തുടങ്ങി. പുള്ളി ഇപ്പോഴതൊക്കെ തന്നെ. ഹായ്, കഴിഞ്ഞ ദിവസം റിലീസായ മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള മൂവി മാർക്കോ ചർച്ചയാവുകയാണ്. കൂടെ അതിലെ ശക്തനായ വില്ലൻ കഥാപാത്രം റസലായി അഭിനയിച്ച അഭിമന്യു ഷമ്മി തിലകനാണ് ഇന്ന് കൂടെയുള്ളത്. വെൽക്കം. ആദ്യം തന്നെ ഇത്രയും സ്ട്രോങ് ആയൊരു വില്ലൻ ക്യാരക്ടർ ഇത്രയും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൺഗ്രാറ്റ്സ്. ആദ്യ സിനിമയിൽ ഇങ്ങനെ ഒരു റോള് കിട്ടുക എന്ന് പറയുന്നതും തീർച്ചയായും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. അതിന് ഹനീഫ് സാറിനോടും ഉണ്ണിച്ചേട്ടനോടും ഷെരീഫിക്കയോടുമാണ് അതിനുള്ള ആ ഒരു നന്ദി പറയേണ്ടത്. ശോഭിച്ചേട്ടൻ കൊച്ചൻ ഒരു പ്രതികരണം ഇന്നലെ മീഡിയക്ക് കൊടുത്തതിൽ ഇങ്ങനെ പറഞ്ഞു, എപ്പോഴാണ് അഭിമന്യുവിന് ഈ താല്പര്യം വന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ബിടെക്കിന് ശേഷമാണെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ശരിക്കും എപ്പോഴാണ്? ഇപ്പൊ ബ്ലഡിലുള്ളതാണ് സിനിമ ഒബ്വിയസ്ലി, എങ്കിലും അല്ല അത് കൊച്ചിലെ തൊട്ട് അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെ ഒക്കെ ഇത് കണ്ട് എനിക്കും അത് തന്നെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യണം, ആ പാത കണ്ടിന്യൂ ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്നൊരു ദിവസം കുത്തിമുളച്ചതൊന്നുമല്ല, കൊച്ചിലായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. ഞാൻ കണ്ടു വളർന്നതല്ലേ, അപ്പൊ എനിക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് തൊട്ട് എനിക്കുണ്ട്. ആക്ടിങ് എന്നുള്ളൊരു പാഷൻ തന്നെ. മാർക്കോ സംഭവിക്കുന്നത് എങ്ങനെയാ? അപ്പൊ മാർക്കോ സംഭവിക്കുന്നത് ഒരു ഫെബ്രുവരി മാസത്തിൽ ഉണ്ണിച്ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഹായ് അഭിമന്യു, ദിസ് ഈസ് ഉണ്ണി മുകുന്ദൻ, ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിച്ചേട്ടനെ ഞാൻ വിളിച്ചു, ഹനീഫ് സാറിനെ വിളിച്ചു. ആൻഡ് നെക്സ്റ്റ് ഡേ ഹനീഫ് സാറും ഞാനുമായിട്ട് ഞാൻ നേരി കണ്ടു. പുള്ളി എന്നെ ഒബ്സർവ് ചെയ്തു, സ്റ്റോറി ചെറുതായിട്ടൊരു ബ്രീഫായിട്ടൊരു സ്റ്റോറി പറഞ്ഞു. പിന്നെ അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോവായിരുന്നു. ഒരു വില്ലൻ കഥാപാത്രം, അതും ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ ഒരു തമാശയായിട്ട് എല്ലാരും പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി വില്ലൻ എന്നാണ്. കുട്ടികളോട് ഇത്രയും സ്നേഹമുള്ളൊരു വില്ലൻ, അത്രയും ബ്രൂട്ടലായ ഹേർട്ട്ലെസ് ആയ ഒരു വില്ലൻ ക്യാരക്ടർ ഫസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് ആൾക്കാർ സ്വീകരിക്കുമെന്നറിയാം. എങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവല്ലോ നമുക്കൊരു പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് എന്തായാലും വില്ലനാണേലും അങ്ങനത്തെ ഫസ്റ്റ് പടം വില്ലനായപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല. എനിക്ക് ഏതാണേലും നല്ലൊരു പടം നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഈ ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിമുകുന്ദൻ, ഹനീഫ് അദേനി ആ ഒരു ടീമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സെൻസർ ചെയ്ത് പോയ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിപ്പം ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു സ്പോയിലർ സീൻ ഉണ്ട്, ഒരു കുട്ടിയുടെ ഒരു കാര്യം. അത് തന്നെ എത്രയോ ശതമാനം 30 or 50% കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും എന്നാണ് ഞങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്, ആക്ച്വലി ചെയ്തിട്ടുള്ള. അപ്പോൾ ഇന്നായി കഴിഞ്ഞിട്ടാണോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ പടത്തിലേക്ക് ഇന്നായതിനു ശേഷമായിരിക്കല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഇത് എത്രത്തോളം ഇതിന്റെ ഒരു ഇന്റൻസിറ്റി അറിയാം. അല്ല അറിയായിരുന്നു. പിന്നെ ഈ സിലിണ്ടർ സംഭവം ഒന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അതൊക്കെ ചെയ്യുന്നതിന് മുന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സീനുണ്ട്, ഒരു പോർഷൻ ഉണ്ട്. ഒബ്വിയസ്ലി അത് കിച്ചണിൽ വെച്ചായിരുന്നല്ലോ. കിച്ചണിൽ ഒരു സിലിണ്ടർ ഉണ്ടാവും, അത് വെച്ച് ഞാൻ കൊല്ലുക. എങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞൊന്നുമില്ല, എങ്ങനെ കൊല്ലണം, അടിച്ചു കൊല്ലണം. ഒബ്വിയസ്ലി അങ്ങനെ സിലിണ്ടർ കൊണ്ട് അടിച്ചല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിൻ്റെതായ രീതിയിൽ നീ അങ്ങ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തതാണ്. അവിടെ കണ്ട അതിനുശേഷം ആ സിലിണ്ടർ തലയിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ടാണ് അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ
ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് അത് കാണുന്നത്. ഞാൻ എന്നിട്ടാണ് ആ നക്കുന്നത്. അതൊക്കെ ഞാൻ കൈ നിട്ട സാധനമൊക്കെ തന്നെയാണ് ഇതാക്കി എടുക്കുന്നത്. അവിടെ കുട്ടികളുണ്ടായിരുന്നു അല്ലേ, കുറച്ച് പേര് നല്ല സഹകരിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര എൻ്റെ കൂടെ ആയിരുന്നു. ഷെറീഫിക്കയുടെ 2 പെൺകുട്ടികളുണ്ട്, ഫ്രീയും ആയും. അവരാണോ ആക്ട് ചെയ്തേ? ആ പെൺകുട്ടികൾ 2 പേരും ഷെറീഫിക്കയുടെ മക്കളാണ്. ഫ്രീയും ആയ എന്ന് പറയുന്നത് കെട്ടി തൂക്കുന്നത് ഒരു കുട്ടി, പിന്നെ ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ കുട്ടിയുടെ മുടിയെ പിടിച്ച് ഫ്രിഡ്ജിൽ എടുത്തിരിക്കും. അത് ഇളയ മോളാണ്. പിന്നെ റയാൻ, 3 കുട്ടി. പിന്നെ ഒരു റൈസ എന്ന് പറയുന്നത്, അവളെയാണ് ഞാൻ എടുത്ത് എറിയുന്നത്, സ്റ്റെപ്പിൻ്റെ ആയിട്ട് എടുത്ത് എറിയുന്നത്. 4 പേരായിരുന്നു. അതിന്റെ ഒരു ഷൂട്ടിംഗ് മെമ്മറി, കാരണം കുട്ടികളും അത്രയും കോപ്പറേറ്റ് ചെയ്യണം, അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ആവണം. രസമായിരുന്നു, കുട്ടികളായിട്ട് വർക്ക് ചെയ്ത രസമാണ്. എത്ര ടൈം എടുത്തു ആ ഒരു സീൻ? അല്ല, എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇളയ മോള്, ഷെറീഫിക്കയുടെ ഇളയ മോൾ തന്നെ ഫ്രിഡ്ജിൽ ഇടിപ്പിക്കുന്ന സീൻ, എനിക്കത് പേടിയായിരുന്നു. മോൾക്ക് എന്തെങ്കിലും വേദനിക്കുമോ? അല്ല, എനിക്ക് വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു പേടിയുണ്ടായിരുന്നു. ഒറിജിനൽ ഫ്രിഡ്ജിൽ തന്നെ. പക്ഷെ ക്യാമറ വെച്ച രീതിയിൽ വെച്ചിട്ട് ഞാൻ എന്റെ കൈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലേ, എന്റെ കൈ തന്നെ എടുത്ത് ഇടിപ്പിക്കുന്നത്. എന്റെ കൈ കാണത്തില്ല, എന്നാലും കുറച്ചൊക്കെ വേദനിക്കുമല്ലോ. കുറച്ച് വലിയൊരാളായിരുന്നെങ്കിൽ പിന്നെയും അവാർഡ് കൊടുക്കാതെ. പക്ഷെ എനിക്ക് 2 പെൺകുട്ടിയോട് ഭയങ്കര അടുപ്പമാണ് എനിക്ക്. അവർ എന്നെ ഇടയ്ക്ക് വിളിക്കും, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ആണ് ഞാൻ എടുത്ത് ഇടിപ്പിച്ചേക്കുന്നത്. അതുപോലെ ഒരുപാട് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻസും ഒക്കെ വന്നു. ആസിഫ് ക ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഗോവിന്ദ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അയാളായിട്ട് അല്ലെങ്കിൽ അയാളുടെ സൈഡിൽ നിന്ന് ഇതിൽ ശരി കാണും. വില്ലനാണെങ്കിൽ വില്ലൻ ഒരു ശരിയുണ്ടല്ലോ, അതാണല്ലോ അയാൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രേക്ഷകന്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടഗോണിസ്റ്റിന്റെയോ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ആ ക്യാരക്ടറായിട്ട് 100% ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണോ ഇതിനെ അപ്രോച്ച് ചെയ്തത്? റസലിന്റെ ശരി ഇതാണ്. റസൽ ശരിക്കും വിക്ടറിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ചെന്നതല്ല. അവിടെയും പിന്നെയും റസൽ അത്രയും ഒരു വയലന്റ് ഒരു എടുത്തിയാട്ടക്കാരനായിട്ടും അവനെ വിട്ടതാ. ബ്ലൈൻഡ് ആയിട്ട് ഹീസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടറല്ലേ വിട്ടേക്കാം എന്ന് വിട്ടവനാ. പിന്നെ ആ ഫ്യൂണറിന് ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇവന് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അവനെ തീർത്തേക്കാൻ. അപ്പോൾ റസലിന്റെ ക്യാരക്ടർ വെച്ചിട്ട് അപ്പോഴേ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരു ബ്ലൈൻഡ് ആയതുകൊണ്ട് ഒരു മേഴ്സി കാണിച്ചതാണ് അന്നേരം. ഓക്കെ, ഈ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത് ആക്ച്വലി എങ്ങനെയാ? അതായത് ഓക്കെ ആയിരുന്നു, നമ്മളിപ്പോൾ മെന്റലിയും ഫിസിക്കലി ഒരുപാട് എഫേർട്ട് അതിനെടുത്ത് അങ്ങനെ തന്നെയാണോ സ്ട്രെയിൻ ചെയ്തെടുത്ത്? അല്ല, ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് സ്ട്രെയിൻ വന്നിരുന്നു? ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സാധനത്തിന് വേണ്ടി ഇത്ര എഫേർട്ട് ഇട്ട് ഞാനത് ശരീരത്തിലാണെങ്കിൽ പോലും ഡയറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും. ഫിസിക് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണോ ഈ ഒരു ഫിസിക്കിലേക്ക് വരുന്നത്? ഞാൻ ആ പടത്തിന് വേണ്ടി ചെയ്തത് എന്റെ ലൈഫിൽ എന്റെ പീക്ക് ഫിസിക് ആയിരുന്നത്. പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ കറന്റ് ഞാൻ ഡയറ്റിലാണ്. പക്ഷെ അത്രയും ആ ഒരു രീതിയിലുള്ള ഒരു അത്രയും ഹെവി ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. വളരെ ചെറുതായിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ചെറിയ ഫോട്ടോഷൂട്ട്സ് അത്രേ ഉള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഷാൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കും, അത്രേ ഉള്ളൂ. ഈ ഹനീഫ ദേനി പടം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടാണല്ലോ പ്രസന്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഈ ഒരു മോഡലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഏതെങ്കിലും രീതിയിൽ പുള്ളിയുടെ ഫ്രെയിംസിൽ നിൽക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഷാൻ ചേട്ടൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുന്നേ ഒരു ഏകദേശം ആ ഒരു ലുക്ക് പിടിക്കാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷെ കൂടുതലും മാർക്കോയ്ക്ക് വേണ്ടി ആ റസൽ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടി ലുക്ക് ആ ഒരു ഇപ്പം നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് പല ക്യാരക്ടേഴ്സ് ഒരുപാട് സിനിമകൾ കണ്ട് അതിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ലുക്കും അവരുടെ എക്സ്പ്രഷൻസും അതും ഇതൊക്കെ ഞാൻ റെഫർ ചെയ്ത്, പിന്നെ മോസ്റ്റ്ലി എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഗോഡ് ഫാദർ പടത്തിലെ ഗേറ്റ് പൊളിച്ച് കയറി വരുന്നത് അതൊക്കെ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ സേവ് ചെയ്ത് ഫോർ മൂവി എന്ന് പറഞ്ഞ് ഞാനൊരു ഒരു ആൽബം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞാൻ സേവ് ചെയ്തിടും. കാരണം എനിക്ക് നാളെ ഈ പോർഷൻസ് ഒക്കെ ഒരു പടത്തിന് വേണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പലതും സേവ് ചെയ്യുന്ന ഒരുപാട് കിടപ്പുണ്ട്, ഒരുപാട് സിനിമകൾ കിടപ്പുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ ഗേറ്റ് തുറന്ന് നീ എന്റെ അനുജന്മാരെ തമ്മിൽ തല്ലിക്കുമല്ലേ എന്ന് പറഞ്ഞ് കയറി വരുന്ന ആ പോർഷൻ. അതൊക്കെ ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ള അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളാണ്. മോഡുലേഷൻ ആയാലും ആ ലുക്ക് ആണെങ്കിലും ആ കയറി വരുന്ന ലുക്ക് ആണെങ്കിലും അതല്ല, അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് പറഞ്ഞ ഹനീഫ ദേനി വരുന്നതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്തുള്ളതിനേക്കാൾ ഇതിൽ രവി ബാസർ വരുമ്പോൾ, ഷെരീഫ് മുഹമ്മദ് വരുമ്പോൾ, അതുപോലെ തന്നെ ചന്ദ്രു സെൽവരാജ് വരുമ്പോൾ, ഇവരൊക്കെ വരുന്ന സമയത്ത് ഇത് മാറുമല്ലോ. തിയേറ്റർ നമ്മൾ എന്ത് ചെയ്തു, തിയേറ്ററിൽ കാണുന്നത് വേറൊരു ഇതായി മാറുമല്ലോ. ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് രസമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര പേടിച്ചാണ് ഞാൻ തിയേറ്ററിലോട്ട് നെഞ്ചൊക്കെ ഇടിക്കുമോ ദൈവമേ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം
ഫസ്റ്റ് ഷോയ്ക്ക് 9 മണിക്കോ അല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോയ്ക്കാണ് ഞാൻ പോയത്. കാരണം എനിക്ക് ആദ്യം ആളുകളുടെ റെസ്പോൺസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം കുറേ കൂട്ടുകാരടുത്ത് ചോദിച്ചു. ഒബ്വിയസ്ലി ഫിലിം എല്ലാം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ക്യാരക്ടർ ഓക്കെ ആണോ, ആളുകൾ എൻ്റെ അഭിനയം ആളുകൾ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ കുറേ എൻ്റെ 1-2 കൂട്ടുകാർ പറഞ്ഞത് കുറച്ചൊക്കെ ഇഷ്യൂസൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ദൈവമേ, പിന്നെ ഞാൻ തിയേറ്ററിൽ വന്നിറങ്ങിയപ്പോൾ നെഞ്ചെടുപ്പം കൂടി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാൻ ചെയ്തു, ഇവിടെ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ രണ്ടുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരു വണ്ടിയിൽ, അച്ഛനും അമ്മയും വേറെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് തിരിച്ചു പോകാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പേടിയാവും. പക്ഷേ സിനിമ കണ്ടു തുടങ്ങി, സിനിമ കുറച്ചായി തുടങ്ങിയപ്പോഴേക്കും അയ്യോ. പക്ഷെ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ആളുകൾ കൈയടിച്ചപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷവും കരച്ചിലൊക്കെ ഒരുമിച്ച് വന്നേ, കണ്ണൊക്കെ നിറഞ്ഞ്. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു അത്. ഷമി ചേട്ടൻ ഒരു തിയേറ്റർ റെസ്പോൺസിൽ പറയുന്നുണ്ട്, ഇത്രയും നെറുകേട് ഞാൻ കാണിച്ചിട്ടില്ല. അവിടെ വെച്ച് ഒരാൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മകൻ ചെയ്തത് കണ്ടിട്ട് ഒരു അച്ഛൻ എന്നുള്ളത് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇത്രയും നെറുകേട് കാണിച്ചിട്ടില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്. മറ്റേ ബലരാമൻ പറയുന്ന ഒരു സൂര്യന് കീഴിലുള്ള എന്ത് നെറുകേടും ചെയ്യാൻ സാധിക്കുന്നത്. പുള്ളിയുടെ ബലരാമൻ എന്നുള്ള പ്രജയിലെ ക്യാരക്ടറും റസലിനെയും കമ്പയർ ചെയ്തൊക്കെ കൊളാഷ് ഒക്കെ പോലെ അല്ലെ ട്രോളുകൾ ഒക്കെ വരുന്നുണ്ടായിരുന്നുണ്ട്. പുള്ളി പടത്തിലേക്ക് ഇന്നാവുന്നതിന്റെ മുമ്പും അഭിമന്യു വരുന്നതിന് മുമ്പും ഈ തിയേറ്ററിൽ കഴിഞ്ഞ് വന്ന റിലീസിന് ശേഷവും എന്താ ഒരു അച്ഛൻ അതുപോലെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞ്? അച്ഛൻ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഡബിങ്ങിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്നല്ല പുള്ളി പറഞ്ഞില്ല. ഡബിങ് അത് അങ്ങനെ അത് കണ്ട ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ന കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് അത് കണ്ട അത് കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നില്ലേ എന്നിങ്ങനെ. അത് എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്, അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡബിങ് സമയം ഉണ്ടായിരുന്നോ പുള്ളി അവിടെ? ഫസ്റ്റ് ഡേ ഒന്ന് വന്ന അച്ഛൻ വേറെ അതിന് പോയി. അന്നേരം കുറച്ചു നേരം ഇങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ പോയി. സൗണ്ട് അതുപോലെ തന്നെ പറയേണ്ടതാ. സൗണ്ട് നിങ്ങളുടെ ശബ്ദങ്ങൾ എന്നുള്ളത് അല്ല, അച്ഛൻ അതിനല്ല വന്നത്. എനിക്ക് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന അച്ഛനും മറ്റുള്ള ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഡബ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര, അത് ഡബ് ചെയ്യുന്ന ആൾക്കല്ലാതെ മറ്റൊരു ഇപ്പൊ വെളിയിലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ബോറടി പരിപാടിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ബോറടിക്കുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഡബിങ്ങിനെ പറ്റിയിട്ട്. എനിക്കൊന്നും അറിയില്ല ഡബിങ്ങിനെ പറ്റി. പോയിട്ടൊന്നുമില്ല അച്ഛൻ്റെ ഒന്നും. പോയിട്ടുണ്ട്, അതേ പോയി അവിടെ ഇരുന്ന് ബോറടിച്ച് പലപ്പോഴും അവിടെ ഞാൻ കാറിലിരുന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഡബിങ് സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്റ്റുഡിയോയ്ക്കകത്ത് അച്ഛൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ സൈഡിലൊക്കെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പോവുകയും ചെയ്യും. അപ്പോൾ ഇത് വന്നപ്പോൾ അന്ന് നന്നായി ഞാനത് പഠിച്ചിരുന്നെങ്കിൽ എന്ത് ഉപകാരപ്പെട്ടേനെ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഇപ്പോഴാണെങ്കിൽ പോലും മൈക്കിൻ്റെ അടുത്ത് എത്ര ദൂരം വെച്ച് നിൽക്കണം, ഓരോ മോഡുലേഷൻ വരുമ്പോൾ എങ്ങനെ സംസാരിക്കണം, അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അതേ ഉള്ളൂ. ഇതിലാണ് ഒരുപാട് ലൗഡായിട്ട് സംസാരിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ, കുറെ അലർച്ചകളും കാരണം അങ്ങനെ കുറെ ഒച്ചയും ബഹളവും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാ അപ്രോച്ച് ചെയ്ത? ഞാനിപ്പോ ഹരിത അവിടെ ഇരിക്കുന്ന, എനിക്കിപ്പോ കുറച്ച് ദൂരെ ഇരിക്കുമ്പോൾ ഹരിത എന്ന് വിളിക്കണം. അതിപ്പോ മൈക്ക് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അത്ര ഉറക്കം വിളിക്കാൻ പറ്റത്തില്ല, മൈക്കിന്റെ ടൈപ്പറും പോകത്തില്ലേ. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഹരിത എന്ന് വിളിക്കുന്ന സാധനം മൈക്കിൽ പറയുമ്പോൾ ഹരിത എന്ന് വിളിച്ചാൽ മതിയല്ലോ, അപ്പൊ മൈക്കിൽ കറക്റ്റ് കിട്ടിക്കുള്ളൂ. അപ്പൊ അതൊക്കെ എനിക്ക് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. ഈ ഒരു എക്സ്പെക്ടേഷൻ എപ്പോഴും വരുന്നത് ഇപ്പൊ തന്നെ എല്ലാവർക്കും ഭയങ്കര കൗതുകം ഉണ്ടാവുന്നത് തിലകന്റെ കൊച്ചുമകൻ, ഷമ്മി തിലകന്റെ മകൻ എന്നുള്ള ഒരു ഇഷ്ടക്കൂടുതലും കൗതുകവും ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതും കൂടെ ഒരു നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ പടം ഇറങ്ങുമ്പോൾ ഭാരം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും അതെന്റെ വലിയ പേടിയാണ്. കാരണം അച്ഛനും അപ്പനും ഉണ്ടാക്കി വെച്ചൊരു പേര് ഞാൻ കാരണം കുളമാകുമോ, അവര് ഉണ്ടാക്കി ഞാൻ കാരണം കുളമാകുമെന്ന് ഭയങ്കര പേടി എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടില്ലെന്നല്ല, അത് അവരോട് അടുത്തെങ്കിലും ചീത്തപ്പേര് നല്ലത് കേൾപ്പിച്ചാൽ ചീത്തപ്പേര് കേൾപ്പിക്കരുത്, ആളുകളാ കുഴപ്പമില്ല എന്നെങ്കിലും പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ചീത്തപ്പേര് കേൾപ്പിച്ചില്ല. പക്ഷെ എല്ലായിടത്തും നല്ലതാ വരുന്നത്. ഒരു മോശം പറഞ്ഞു, ഞാൻ പറഞ്ഞു അവരുടെ അടുത്തേക്ക് അത് ആദ്യത്തെ പടമാണ്, ക്ഷമിക്കണം, അടുത്ത പടത്തിൽ നന്നായിട്ട് ചെയ്തു തരാം എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് അവരുടെ ഞാൻ കമന്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞ. അങ്ങനെ ഒരുപാട് പ്രായമായ ആളുകളൊക്കെ വളരെ വാത്സല്യത്തോടെ കമന്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് തിലകൻ സാറിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം അവര് കമന്റ്സിൽ കാണിക്കുന്നത് കാണാനുണ്ട്. അതുപോലെ ശോഭിച്ചേട്ടനെ പിന്നെ മീറ്റ് ചെയ്തോ ഇത് പടം കഴിഞ്ഞ്? ഇല്ല, മീറ്റ് ചെയ്തിട്ടില്ല. വിളിച്ചായിരുന്നു ഇന്നലെ, ഞങ്ങൾ സംസാരിച്ചു. ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചു. അപ്പൊ പറഞ്ഞ പുള്ളി കണ്ടില്ല, കാണാൻ പോകുമെന്നും പറഞ്ഞിരുന്നു. കണ്ടു കാണും, അപ്പൊ അറിയുന്നില്ല. ഇപ്പൊ ഈ പടത്തിൽ ഇപ്പം ജഗദീഷ് ചേട്ടനായാലും സിദ്ദിഖ് ആയാലും ഇവരൊക്കെ അപ്പൂപ്പന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതാണ്. അവർക്കും ഈ പറഞ്ഞൊരിതുണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി കൊച്ചുമകനാണ് എന്നുള്ള, ഷമ്മിയുടെ മകനാണ് എന്നൊക്കെ ഉള്ള ഒരു താല്പര്യം കാണും. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യുക? അതെ അതെ, ജഗദീഷങ്ങളോടൊക്കെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു. പുള്ളി സെറ്റില് ഭയങ്കര ഒരു എനർജി ആയിരുന്നു പുള്ളി, ഒരു ഓറ ആണ് പുള്ളിക്ക്. ഭയങ്കര രസമുള്ള സിദ്ദിഖങ്ങളുടെ ഒരു സീനിലേ ഉള്ളൂ. ആ സീനിൽ തന്നെ ഒരു ചെറിയ ഹെൽപ്പാണ് ചെയ്തെങ്കിലും ആ ഒരു
അവസ്ഥയിൽ എനിക്കിതൊരു വലിയ ഹെൽപ്പായിരുന്നു. മനസ്സിലായി, ചില സാഹചര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ഹെൽപ്പാണെങ്കിലും അത് നമ്മുടെ സിറ്റുവേഷൻസ് വലിയ ഹെൽപ്പായിരിക്കും. ആക്ടിങ്ങിൽ തീർച്ചയായും സിദ്ധിക്കങ്ങളിലൂടെ ജഗദീശങ്ങളിലൂടെ ആണെങ്കിലും കുറേ ടിപ്സ്, ഞങ്ങൾ ഒരുമിച്ച് കുറേ സീനുണ്ട്. ആ സീനത്തൊക്കെ ചെറിയ ഇപ്പോൾ ഒരു ന്യൂ കമർ പറഞ്ഞാൽ എനിക്ക് കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. പക്ഷെ എനിക്കൊന്നും അറിയില്ല, എനിക്ക് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങൾ സ്ട്രൈറ്റ് ചെയ്ത് തിരിച്ചു വരും, അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജഗദീശങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അത് ഇങ്ങനെ ചെയ്ത കുറച്ച് രസമായിരിക്കും ഇങ്ങനെ ഉള്ള രീതിയിൽ പറഞ്ഞു. ശരിയാണല്ലോ, ആ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി ശരി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇടാം, അങ്ങനെ ഞാനതും പുള്ളിയുടെ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ടോണി ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. ടോണി ഐസക്കിന് ജഗദീഷ് ചേട്ടന്റെ കഥാപാത്രത്തിന് മകനായിട്ടും ചെയ്തല്ലേ, ആ ഒരു കോംബോയും ഭയങ്കര രസമുണ്ടായിരുന്നു. അച്ഛൻ മകൻ, അതുപോലെ തന്നെ പറയണ്ട കബീർ സിംഗ് ഗംഭീര പെർഫോമൻസ്. അതിപ്പോ ട്രോളായി വരുന്നുണ്ട്, ഇറച്ചി വെട്ടുകാരൻ ഗൈനക്കോളജിസ്റ്റ്. പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വില്ലനായിട്ടൊരു, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിയുടെ ഒരു ഹെൽപ്പും ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കൊളാബറേഷൻ? ഞങ്ങള് പുള്ളിയുടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. വെറും പഞ്ചഭാവ മനുഷ്യനാണ്, വെറും കാണുന്ന പോലെ ഒന്നുമല്ല, വെറും പഞ്ചഭാവമാണ്. ഭയങ്കര രസം പുള്ളിയുടെ വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കാറുണ്ട്, വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെയാണ് അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് കാര്യം ഡയറ്റിനെ പറ്റിയും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ തന്നെ പുള്ളിയുടെ അവിടുത്തെ ആദ്യത്തെ പടം എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അങ്ങനത്തെ കുറെ സ്റ്റോറീസ് ഒക്കെ ഫിലിമിൽ വന്ന കഥകളും അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. തൊട്ട് മുമ്പ് ഇപ്പൊ നമ്മൾ ടർബോയില് പുള്ളിയെ കണ്ടു. ഈ തുടക്കകാലത്തൊക്കെ കുറെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ സെറ്റില്, അതുപോലെ അപ്പൂപ്പൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോസൊക്കെ ചെറുതാകുമ്പോൾ തൊട്ട് സെറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. എന്താന്നൊക്കെ ക്യാമറ കാണുമ്പോൾ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരുന്നോ? കൊച്ചിലെ തൊട്ട് കണ്ട് അതെന്തൊക്കെ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷെ കണ്ട് പിന്നെ എനിക്കത് അറിയാമായിരുന്നു. എവൻച്വലി അതങ്ങ് മനസ്സിലായി തുടങ്ങി എനിക്ക്. അത് കൊച്ചിലെ തൊട്ട് ഞാൻ പോകുമായിരുന്നു. വളരെ ചെറുപ്പകാലം തൊട്ട് അച്ഛനോട് സെറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു ഡെബ്യൂട്ടന്റിന് യൂഷ്വലി ഈ ക്യാമറയും ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു പേടിയും ടെൻഷനും ഉണ്ടാവില്ല. അത് ഇതുകൊണ്ടൊന്ന് കുറച്ചെങ്കിലും കുറഞ്ഞോ? ഒരിക്കലും ഇല്ല. ഇത്രനാളും ക്യാമറയുടെ പുറകെ ഇരുന്നപ്പോൾ ഞാനൊരു എന്തോന്ന് ഇരുന്നേ ഉള്ളൂ. ഇതിന് മുമ്പിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ ശരിക്കും പേടിച്ചിട്ട് ഇതുള്ളത്. ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തതാണ് ആ ഡിഫൻഡറിന്റെ മേളിൽ ചാടി ഇറങ്ങുന്ന സീനൊക്കെയാണ്. അതായിരുന്നു ശരിക്കും ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത്. എന്റെ ഫസ്റ്റ് ഷൂട്ട് അതായിരുന്നു, ആ പോർഷൻ അതായിരുന്നു. വണ്ടി ഉള്ളിൽ ചാടി ഇറങ്ങി നിൽക്കുക എന്നുള്ളത്. അവിടെ നിന്ന് ശരിക്കും എനിക്കറിയുള്ളൂ അതിന്റെ പേടി എന്തായിരുന്നു. ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കേ അറിയുള്ളൂ. നമ്മളത് സ്റ്റൈലിഷ് ആയി ഇങ്ങനെ കണ്ടിരിക്കുക. നിങ്ങൾ കാണുമ്പോൾ വണ്ടിയുടെ ഇവന്റെ മേളിൽ ചാടി അറിയുള്ളൂ. പക്ഷെ അത് അനുഭവിച്ച പേടി എനിക്കേ അറിയുള്ളൂ. ഈ അച്ഛന്റെയും മുത്തശ്ശന്റെയും ഒക്കെ കഥാപാത്രങ്ങൾ പറയുമ്പോഴേ നമുക്ക് ഒരുപാട് ഫേവറേറ്റ്സ് ഉണ്ട്. എന്താ അഭിമന്യുടെ ഒരു ഫേവറേറ്റ്? അവരുടെ അച്ഛന്റെ ഫേവറേറ്റ് ഓഫ് കോഴ്സ് എനിക്ക് ബലരാമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കഥാപാത്രം. പിന്നെ നേരത്തിലെ ഊക്കണ്ടിന്റു, കസ്തൂരിമാനും നിങ്ങളോടൊക്കെ ഇതിൽ തോന്നിയ പോലത്തെ ഇതാണ് നമുക്ക് അതിൽ തോന്നുന്നത്. പിന്നെ അച്ഛൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഗോഡ് ഫാദർ ഓഫ് കോഴ്സ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. പിന്നെ കിലുക്കത്തിലെ അത്, പിന്നെ ചെങ്കോലി കിരീടം, അതൊക്കെ അല്ല അച്ഛനെ പറയണ ഒരുപാടുണ്ട്. മുക്കിലെ രാജ്യം, മുക്കിലെ ഇതൊക്കെ എന്തുവാണ് ചിരിച്ചിരിച്ച് ഇപ്പൊ കണ്ടാലും നമ്മളത് എത്ര കണ്ടാലും നമുക്കത് കോമഡി മടുക്കാത്ത പോർഷൻസ് ആണ് അതൊക്കെ. അപ്പൂപ്പന്റെ കൂടെ സെറ്റുകളിൽ പോയി അങ്ങനെ ഒരു കോൺവെർസേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്? അല്ല, അച്ഛൻ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് പുള്ളി മരിച്ചു പോകുന്നത്. 2012 മരിച്ചു പോകുന്നത്. അതിന് മുന്നേ സെറ്റിലൊക്കെ ഇന്ത്യൻ റുപ്പിക്കാണ് ഞാൻ അവസാനം പോയി കണ്ടത്. പിന്നെ സെറ്റിൽ കണ്ടിട്ടില്ല. പിന്നെ കൊച്ചിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയുള്ള സമയത്തല്ല, വളരെ ചെറുപ്പകാലത്താണ് പോയിട്ടുള്ളത്. അച്ഛനും അമ്മയ്ക്കും സിനിമയിലേക്ക് വരും എന്നുള്ളത് കൊച്ചിലെ അറിയായിരുന്നു. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. പക്ഷെ അച്ഛൻ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വഴി എങ്ങനെയാ പോയേ? അത് എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പോയതാണ്. നല്ലൊരു ഡിഗ്രി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി തന്നെ എടുത്തതാണ്. പിന്നെ അതിനുശേഷം ഞാൻ BSc ഒക്കെ പഠിക്കാൻ പോയി. BSc ഒക്കെ എഴുതി, BSNL ജോലി കിട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അത്രയും നമുക്ക് സിനിമ മാറ്റി വെച്ച് അതിന്റെ പുറകെ പോകാൻ പറ്റി. ഞാൻ ഒരു ദിവസം പോയിരുന്നു. ഞാൻ ഒരു ദിവസം ട്രെയിനിങ്ങിന് ഒരു ദിവസം പോയിരുന്നു. ഞാനിങ്ങനെ പോന്നു. BSNL പോയില്ല. ഓ, ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ചു. ഒറ്റ ദിവസം ഞാൻ പോയിരുന്നില്ല. നമ്മള് ഒരു മീറ്റിങ്ങിനായിട്ട് വിളിച്ചിരുന്നു. ജോലി കിട്ടിയവരെ ഞാനും 1-2 പേരും ഉണ്ടായിരുന്നു. വിളിച്ചിരുന്നു. അവിടെ ചെന്ന് കണ്ടു.
പിന്നെ ഞാൻ വഴിക്കേ പോയില്ല. അവർ കുറെ വിളിച്ചു, ഞാൻ എന്തൊക്കെയോ കളത്തറകൾ പറഞ്ഞ് ഞാനങ്ങ് മുങ്ങി. ഗവൺമെന്റ് ജോലി കിട്ടി ഉപേക്ഷിക്കുന്ന ആളോന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോഴും ഫാമിലി ഇതിന് ഓക്കെ ആയിരുന്നു അല്ലെ? അങ്ങനെ അവരൊരു ടിപ്പിക്കൽ ചിന്തി അമ്മയ്ക്കായിരുന്നു BSc ഒക്കെ എഴുതണം, അങ്ങനെ കെട്ടണം ഒക്കെ എന്നുള്ളത്. അപ്പൊ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൂടെ ഞാൻ നിർത്തി. എനിക്കിനി പഠിക്കാൻ എന്നുള്ളത് ഞാൻ നിർത്തി. പിന്നെ ജോലി വേണമല്ലോ ഓഫ്കോഴ്സ്, കാരണം അവർക്ക് ഓഫ്കോഴ്സ് അച്ഛനും അമ്മയാണ്. അച്ഛൻ പ്രത്യേകിച്ച് സിനിമയിലുള്ളതുകൊണ്ട് അവർക്കറിയാം സിനിമ എത്രത്തോളം. സിനിമ ഒരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ എന്തൊക്കെ ഈ പറയുന്ന പോലെ ആരൊക്കെ ബാക്കിലുണ്ടെന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആരായാലും ഇപ്പോൾ ഏതൊരാളായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് സിനിമ നടന്നില്ലെങ്കിലും നമുക്ക് അവിടെ തന്നെ തിരിച്ച് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ജോലി നോക്കാന്ന് വെച്ചു. പക്ഷെ എനിക്കെപ്പോഴും താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ വേറെ കുറേ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് എൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ അധികം അതിൽ ഇൻക്ലൂഡഡ് അല്ല ഇപ്പോൾ. അത് അവർ തന്നെ ചെയ്യുന്നത്. ഞാൻ ഫിലിം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അതുമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ബിടെക് ലൈഫ് പൊതുവേ നമ്മൾ ബിടെക് പറയും, ബിടെക് എന്നാണ് നമ്മൾ എന്താവേണ്ടതെന്ന് ആലോചിക്കുക. എഞ്ചിനീയറിംഗ് കോളേജ് കയറി കഴിഞ്ഞാലാണ് നമ്മളൊക്കെ എന്താ ചിന്തിക്കുക എന്നുള്ളത്. അവിടെ ഒരു സിനിമ കൂട്ടായ്മ സൗഹൃദം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, കോളേജ് ലൈഫ് തമിഴ്നാട്ടിലല്ലേ? നമ്മുടെ മാർത്താണ്ഡം. അപ്പൊ അത്തരത്തിൽ ഇവിടുത്തെ എല്ലാ വീട്ടുകാർ പറയുന്ന പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ലേ അവിടെ? അവിടെ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു 2 റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് ഞാനും അവർ രണ്ടുപേരും ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഒരു എൻജോയ്മെന്റ് ആയിട്ട് പോയതേ ഉള്ളൂ. സണ്ണി വെയിൻ ആണെന്ന് വിചാരിച്ചു. സണ്ണി വെയിന്റെ ലുക്ക് ഉണ്ട് ഇപ്പൊ കമന്റിലൊക്കെ വരുന്ന ഒന്നാണ്. ഞാനും തോന്നുന്നുണ്ട്, എനിക്ക് ചെറുതായി തോന്നുന്നുണ്ട്. എനിക്ക് സണ്ണിച്ചേട്ടൻ നേരിട്ട് അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. സണ്ണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ താടി മീശ ആയിരിക്കും എവിടെയോ തോന്നുന്നുണ്ട്. താടി മീശ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സണ്ണിച്ചേട്ടന്റെ മുഖം എന്റെ നീണ്ട മുഖമാണ്, ചെറിയ മുഖമാണ് ചേട്ടന്റെ. ഒരു രീതിയുണ്ട് ചേട്ടന്റെ മുഖത്തിന്. എനിക്ക് ഹെയറാ കുറച്ചുകൂടെ അങ്ങനെ തോന്നി. വളർത്തി വെച്ച് മുടി വെട്ടിക്കഴിഞ്ഞാലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ സണ്ണിച്ചേട്ടൻ ഞാൻ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാ. എനിക്ക് തോന്നിയിട്ടില്ല താടി മീശയൊക്കെ ഈ കട്ടിക്ക് താടിയും മീശയും വെക്കുന്നോണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഞാനൊരു ഫോട്ടോ ഇങ്ങനെ നോക്കിയായിരുന്നു. ഇത് ഫാൻറ്റത്തിന്റെ ആണോ? ഫാൻറ്റം. എന്തായിരുന്നു അതിന്റെ ഒരു മെമ്മറി? ഇത് ആക്ച്വലി മമ്മൂട്ടി സാറിന്റെ ക്യാമറ തന്നെ എടുത്ത പടമാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് നിന്റെ കൂടെ ഒരു പടം എടുത്തേക്ക്, നീ നാളെ ആരാവെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ക്യാമറയിൽ എടുത്ത പടമാണ്. ഞാനതിങ്ങനെ പേടിച്ച് നിൽക്കുന്നതാണ് ആ സംഭവം. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം കണ്ടോ മാർക്കോന്റെ? കണ്ടിട്ടില്ല. ഒരുപാട് ഒന്നും കൂടെ എനിക്ക് ഈ പടം റിക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഇതാണ്. സംഭവിക്കട്ടെ. ഞങ്ങളും മീറ്റിംഗ് എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ചോദിക്കും, സാർ ഇതുപോലെ ഈ പടം ഒന്നും കൂടെ എനിക്ക് സെയിം ഒന്നും അതൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞു. ഞാനിപ്പോ കുറച്ച് മുടിയൊക്കെ വരച്ച് കാശ്മീരിയൊക്കെ പോയി തുടങ്ങി. പുള്ളി ഇപ്പോഴൊക്കെ തന്നെ. പക്ഷെ അത് കൗതുകം കേട്ടോ, നാളെ നീ ആരാവുന്ന അറിയില്ല. എന്റെ അടുത്ത് പുള്ളി എന്ന് പറഞ്ഞതാണ്, ഇവന്റെ ഒരു പടം എടുത്ത് വെച്ചേക്കാം, ഇവൻ നാളെ ആരോന്ന് പറയാൻ പറ്റില്ല. എനിക്കത് മനസ്സിലാകത്തില്ല, അന്ന് കേൾത്തില്ല. എന്താ പുള്ളി അങ്ങനെ പറഞ്ഞതൊക്കെ ഞാൻ ആലോചിക്കുക. 10-20 കൊല്ലം കഴിയേണ്ട വന്നു അല്ലേ ശരിക്കും? ഈ ഏറ്റവും ടഫസ്റ്റ് ആയ ഒരു അഭിനയിക്കാൻ ഉണ്ടായിരുന്ന സീന് സ്പോയിലർ അല്ലെങ്കിൽ ഏതായിരിക്കും? സെക്കൻഡ് ഡേ ഉണ്ടായിരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ഒരു പെട്ടി തുറക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കണ്ട് പേടിക്കുന്ന ഒരു സീൻ. അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതൊരു 6-7 ടേക്കോളം അത് പോയി. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു. എൻ്റെ അഭിനയം കാണുമ്പോൾ ഒരു പക്ഷെ പലർക്കും മനസ്സിലാവും ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു. ഫസ്റ്റ് ഡേ എനിക്കറിയില്ല, ഞാൻ കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ നടന്നിരുന്നു. പക്ഷെ പിന്നെ ഞാനങ്ങ് കൂളായി. കാരണം എനിക്ക് ആരെയും അധികം ഞാൻ ആളുകളെ പരിചയപ്പെട്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നെ ഞാൻ എല്ലാ സെറ്റിലും എല്ലാവരും ഞാൻ ഓടി നടന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എല്ലായിടത്തും റിലാക്സ്ഡ് ആയി ഞാൻ. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഇങ്ങനെ വടി പോലെ നിന്നു. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടാ നീ കുറച്ച് സ്റ്റിഫാണ്, ലൂസാവും, റിലാക്സ് ചെയ്യുക. ഹനീഫ് സാറും ഉണ്ണിച്ചേട്ടനും വന്ന് ഓടി വന്ന് പറടാ റിലാക്സ്, നീ കുറച്ച് സ്റ്റിഫാണ്. ഉണ്ണിച്ചേട്ടൻ വേണ്ട, നീ കുറച്ച് സ്റ്റിഫാണ്, കുറച്ചൊരു കൂളായിട്ട് നിന്ന് ചെയ്യൂ. അപ്പോൾ അതങ്ങ് ഓക്കെ. എനിക്ക് അവർ പറഞ്ഞപ്പോൾ കുറച്ചൊരു ഒരു റിലാക്സ് ആയി. ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ആ 7ാമത്തെ ടേക്കിൽ അതങ്ങ് ഓക്കെ ആയി. ഉണ്ണിമുക്തൻ എന്നുള്ള ഒരു ആക്ടറെ ഇപ്പൊ പൃഥ്വിരാജ് പണ്ട് പറഞ്ഞതൊക്കെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. KGF പോലെ ഒരു പടം ചെയ്യണമെങ്കിൽ ഉണ്ണി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ഒരു കൂടെയുള്ള ഒരു വർക്കിങ്ങോ പുള്ളി തന്നിട്ടുള്ള സജഷൻസ് ഒക്കെ എങ്ങനെയാ ആക്ടിങ്ങിലും? എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഞാൻ ഭയങ്കര സ്റ്റിഫായിരുന്നു. അതെനിക്ക് വലിയൊരു കാരണം. അത് ആ ചേട്ടൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഞാൻ വന്നിട്ട് ഇതൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ശരി ഞാൻ വടി പോലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറെ കൂടെ ലൂസാക്കാനും ഒരു ഫ്രീ ആക്കാനും ഷോൾഡറൊക്കെ ഒന്ന് ഫ്രീ ആക്കി നിൽക്കാനും കാലൊക്കെ ഒന്ന് ഫ്രീ ആയി നിൽക്കാനൊക്കെ ഞാൻ ഒരുപാട് ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് തന്നെ ഞാൻ കുറെ
ട്രൈ ചെയ്ത് ബെറ്റർ ആക്കിയത്. പിന്നെ ഈ ആക്ഷൻ സീക്വൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രീ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു? അപ്പൊ അതിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ, പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ആര് ഉണ്ണിച്ചേട്ടനോ? അല്ല, ഞാനോ? അഭിമന്യുവിന് അങ്ങനെ ഞാൻ അതിന്റെ കുറച്ച് fight പ്രിപ്പറേഷൻ. പഠിച്ചായിരുന്നു. ആ പക്ഷെ എനിക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ. അപ്പൊ അതിനോടൊക്കെ വലിയ ഉപകാരം ചെയ്തില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ അതുകൊണ്ട് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണോ ഫൈറ്റ്? ഇപ്പൊ വൂൺസ് ഉണ്ടാവുന്ന അങ്ങനെ ഒരു സംഭവിച്ചോ, അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നോ ഫൈറ്റ്? കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. കുറച്ച് പാടായിരുന്നു. നമുക്ക് കാണുമ്പോ അത് ഭയങ്കര ബ്ലഡ് ഷെഡ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഒരു പക്ഷേ ദേഹത്തൊക്കെ അവിടെയൊക്കെ മുട്ടി നോക്കിയപ്പോൾ ഞാൻ തന്നെ ഒരു ചെറിയ ഉണ്ണിച്ചേട്ടനുള്ള ഫൈറ്റ് ചെയ്യുന്ന ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിലും തട്ടി ചെറുതായിട്ടൊന്നും ഒന്ന് ചോക്കൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ചേട്ടൻ്റെ കൈ കുറെ സോറിയൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ സംഭവിക്കും, പക്ഷെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അതാ പറഞ്ഞത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ വേറൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്ക് ഒരു പക്ഷേ ദേഷ്യം വന്നേനെ. ഉണ്ണിച്ചേട്ടൻ്റെ കുഴപ്പമില്ല, അതൊക്കെ സംഭവിക്കും. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ ഭയങ്കര അവിടെ ആ ദിവസം ഭയങ്കര ലോ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാ കുഴപ്പമില്ല, അതൊക്കെ സംഭവിക്കാൻ പോട്ടെ, പിടുത്തോളത്തെ കയറി പോട്ടെ, കുഴപ്പമില്ല, എന്നെ വളരെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വിട്ട്. ഒരു പക്ഷെ നമുക്ക് ഫസ്റ്റ് മൂവി ആവുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ പറയും. ചിലർ പറഞ്ഞിങ്ങനെ കേൾക്കാം, ഫൈറ്റിന് വേണ്ടി നമ്മൾ 100% ഒക്കെ ഇട്ട് ചെയ്യും, ചിലപ്പോൾ അതിലാവും ചെറിയ അബദ്ധം പറ്റുക, ശ്രദ്ധ മാറുക. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് കൂടെ ആയിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ഇപ്പോഴത്തെ അല്ല, എല്ലാ കാലത്തും പ്രത്യേകത ഇങ്ങനെയുള്ള വേഷങ്ങൾ തേടിയെത്താൻ ഒരു സാധ്യത ഉണ്ടാവും. അതിന് ഇയാളെ കാസ്റ്റ് ചെയ്യാം എന്നവര് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അല്ല, ഇപ്പൊ വില്ലൻ വേഷം തന്നെ ആണെങ്കിൽ പോലും വില്ലൻ വേഷം ചെയ്യില്ല അങ്ങനെയൊന്നും ഇല്ല. നല്ല ഇതുപോലത്തെ ഹനീഫ് സാർ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നതുപോലെ എന്തെങ്കിലും നല്ല വേഷം ആരെങ്കിലും ഓഫർ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യും. അങ്ങനെ ചെയ്യത്തില്ല എന്നൊന്നുമില്ല. നല്ല വേഷം, നല്ല ഐക്കോണിക് നല്ല വേഷമാണെങ്കിൽ അത് ഏത് വേഷമാണല്ലോ ഞാൻ ചെയ്യാൻ റെഡിയാ. പൊതുവെ തിലകൻ സാറിനോടുള്ള പോലെ നമുക്കൊരു ഭയഭക്തി ബഹുമാനമുള്ള ഒരാളാണ് ഷമി ചേട്ടൻ. പക്ഷെ നിങ്ങളുടെ പിക്സ് ഒക്കെ കാണുമ്പോൾ ഒരു ഫ്രണ്ട്ലി ഫാദർ സൺ തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണോ ആ ബോണ്ട്? ഞങ്ങള് ഇപ്പൊ അച്ഛൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊന്നും ഞാൻ ഡ്രസ്സ് എടുക്കാൻ അച്ഛൻ വരാറില്ല. ഞാനും അമ്മയും കൂടെ പോയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ഞാൻ ഡ്രസ്സ് ഇട്ട് നോക്കും, ഞാൻ ഫോട്ടോ എടുക്കും, ഫാമിലി ഗ്രൂപ്പിലിടും. അച്ഛനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസപ്പ് ഇത് കൊള്ളാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം ഡ്രസ്സുകളായിരിക്കും ഉള്ളത്. ഒരുപാട് ഡ്രസ്സുകൾ അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ, മിക്കവാറും സെയിം ഡ്രസ്സ്, സെയിം സൈസ് ആയിരിക്കും ഞങ്ങളുടെ. അങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ട് ഞങ്ങളത്. അതിലൊരു അഖില ലോക മുട്ടകളെ സംഘടിക്കുന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ കണ്ടായിരുന്നു. മുട്ടയായി രണ്ടുപേരും, അതിൽ പുള്ളിയുടെ ഒരു ക്യാപ്ഷനൊക്കെ, ഒരു ഫണ്ണി ക്യാപ്ഷനൊക്കെ കണ്ടായിരുന്നു. ഇതെന്റെ സിനിമയല്ലാതെ എന്താണ് ഇഷ്ടങ്ങളൊക്കെ? യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ അത്യാവശ്യം ഇന്ത്യയിൽ കുറേയൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുഡ്, ഓഫ്കോഴ്സ് ഞാനൊരു ഫുഡിയാണ്. പിന്നെ കാർസ് ആൻഡ് ബൈക്സ്, ഒരു കാർ ഗായിയാണ് ഞാൻ. അത് തന്നെ. പെറ്റ് ലവർ ആണെന്ന് തോന്നുന്നു. കൊച്ചു, റോക്കി, അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു പ്രൊഫൈലില്. ആനിമൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മൃഗങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പട്ടികളും പൂച്ചയും. ഒരു ഡോഗ് പേഴ്സൺ ആണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഒരു വീട്ടിലൊരു പൂച്ചയാണുള്ളത്, കൊച്ചു എന്ന് പറയുന്ന പേർഷ്യൻ ക്യാറ്റ് ആണ് വീട്ടിലുള്ളത്. ഇപ്പൊ തന്നെ നെക്സ്റ്റ് സ്റ്റോറീസിന്റെ ഒക്കെ ഡിസ്കഷൻസ് കഴിഞ്ഞോ, ഇങ്ങനെ നടക്കുന്നുണ്ടോ? അച്ഛനെ 2-3 പേര്, എന്റെ നമ്പർ അധികം എല്ലാവരുടെയും ഇല്ല, അപ്പൊ അച്ഛനെയാണ് എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ മാർക്ക് ഇറങ്ങുന്നതിന് മുന്നേ 2 പേര് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തവരുണ്ട്, അതേ ഉള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ തുടക്കകാലം മുതൽ, ചിലപ്പോൾ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ഏറ്റവും പറഞ്ഞിട്ടുണ്ടാവുക ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അവര് മാർക്ക് കണ്ടിട്ട് എന്താ പറയണേ? അവരൊക്കെ നല്ല നല്ല അഭിപ്രായം തന്നെയാണ്. ഒരാൾ മറ്റേ കല്യാണം കഴിഞ്ഞ് അവൻ ഓസ്ട്രേലിയയിൽ പോയി, അവനവിടെ തന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ടു, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെയും കുറേ പേരുണ്ട്, അവരെല്ലാം ഒരുപാട് എൻജോയ് ചെയ്തു. അവരെല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ കഴിയുന്നത്, മിക്കവരെല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടവരുണ്ട്. പിന്നെ കുറെ പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ തിയേറ്ററിൽ വന്നപ്പോൾ, എൻ്റെ കൂടെ തന്നെ അവരും വന്നിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത പടത്തിലും ഞങ്ങൾ റസലിനേക്കാൾ മികച്ച, അതിലും വലിയൊരു ക്യാരക്ടർ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു, ഇത്രയും അടിപൊളി ഒരു ക്യാരക്ടർ തന്നതിനും. അത് ഞാൻ എന്നോടുള്ള നന്ദിയുണ്ട്, അതൊക്കെ ഹനീഫ് സാറിനോട് നന്ദിയുണ്ട്. ഹനീഫ് സാറാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയത്, ആ മേക്കപ്പ് മാനാണ് ആ ക്യാരക്ടർ, എന്നെ ആ ക്യാരക്ടർ ആക്കിയെടുത്തത്, കോസ്റ്റ്യൂം ചെയ്ത ചേച്ചിയാണ് പക്ഷെ നിങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ. കാണിക്കണമല്ലോ. അല്ല, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഓഫ് കോഴ്സ് ഹനീഫ് അദേനി എന്ന് പറയുന്ന അദ്ദേഹത്തിന് തന്നെയാണ് ആ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുള്ളൂ. നന്ദി പറയണ ആ മനുഷ്യനെ നന്ദി പറയേണ്ടത്. കാരണം ഡെബ്യൂ ആക്ടേഴ്സിനെ എത്ര പേർക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അത് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു, പടവും അത്ര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിന്റെ പേരിലും കൂടെ എല്ലാ ടീമിനും എല്ലാവർക്കും താങ്ക് യു, ഓൾ വെരി ബെസ്റ്റ്. താങ്ക് യു.